ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഹനത് ഫാഷൻ ടേക്ക്. എന്തുണ്ടല്ലോ അടിയും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? അപ്പോൾ ഇന്ന് നമുക്കൊരു ഫ്ലവർ മേക്ക് ചെയ്യാം കേട്ടോ. സാധാരണ നമ്മൾ ഫ്ലവേഴ്സ് മേക്ക് ചെയ്യുന്നത് ഹെയർ ആക്സസറീസിന് വേണ്ടിയിട്ടായിരിക്കും. ഹെയർ ബോയോ അലിഗേറ്റർ ക്ലിപ്പോ ബണ്ണോ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിബൺസ് വെച്ചിട്ടുള്ള ഫ്ലവേഴ്സ് ആണല്ലോ ചെയ്യുന്നത്. ഇന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് നമ്മൾ പേപ്പർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. എന്തിനാണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, കുഞ്ഞു അവൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ക്രാഫ്റ്റിൻ്റെ ക്ലാസ് എടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ ഓൾറെഡി ഈ ഫ്ലവർ ഞാൻ അവർക്ക് മേക്ക് ചെയ്യാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ, അവർ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അവർ ഫ്ലവേഴ്സൊക്കെ മേക്ക് ചെയ്തിട്ടുമുണ്ട്. ഞാൻ വിചാരിച്ചു ഇതൊന്നും കൂടി മേക്ക് ചെയ്യാൻ, ഞാൻ സ്വന്തമായിട്ട് മേക്ക് ചെയ്തിട്ട് അവർക്ക് കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അതെന്തിനാണെന്ന് ചോദിച്ചാൽ എത്രത്തോളം ബെറ്റർ ആക്കിയിട്ട് വർക്കുകൾ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അവർ ചെയ്ത വർക്കിൽ എന്തൊക്കെ പോരായ്മകളാണുള്ളത്, എത്രത്തോളം ഇനിയും അത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്നൊക്കെ അവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു വർക്ക് ഞാൻ വീണ്ടും ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി ഫ്ലവർ വൈസ് ഞാൻ മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതും ഞാൻ അവർക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുത്ത് അവരെ കൊണ്ട് ചെയ്യിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ വർക്ക് വീണ്ടും ഞാൻ റിപ്പീറ്റായിട്ട് ചെയ്ത് അതിൽ കുറച്ചും കൂടിയൊക്കെ കാര്യങ്ങൾ ആഡ് ചെയ്യുമ്പോൾ അത് കാണുമ്പോൾ അവർക്ക് തോന്നുമല്ലോ, നമുക്കും കുറച്ചും കൂടി ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ കുറേയും കൂടി ബെറ്റർ ആക്കാമെന്നൊരു തോന്നൽ അവരിൽ ഉണ്ടാക്കുക. അതാണ് എൻ്റെ ഉദ്ദേശം, അത്രയേ ഉള്ളൂ. അപ്പോൾ സിമ്പിളായിട്ടാണ് ഈ ഒരു ഫ്ലവർ മേക്ക് ചെയ്തെടുക്കുന്നത്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും. ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഒരു ഫ്ലവർ വൈസ് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു 3-4 ഫ്ലവേഴ്സ് നമുക്ക് മേക്ക് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഒരു കിടിലൻ ഫ്ലവർ വൈസ് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ കുറേ ആയി നമ്മൾ ഹെയർ ആക്സസറീസ് റിലേറ്റ് ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മളെ വീഡിയോസ് കുറച്ച് പെൻഡിങ് ആയി പോകുന്നേ ഉള്ളൂ. നമ്മുടെ മെറ്റീരിയൽസിൻ്റെ സെയിലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇനി സ്കൂൾ ഉറപ്പും കാര്യങ്ങളൊക്കെ ആണല്ലോ വരുന്നത്, ഒരു മാസം കൂടിയേ ഉള്ളൂ. നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നൊരു ടൈമാണ് കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് സെയിലിന് വേണ്ടിയിട്ടല്ല എന്നുണ്ടെങ്കിൽ കൂടി നിങ്ങളുടെ മക്കൾക്ക് ആവശ്യമായിട്ടുള്ള ഹെയർ ആക്സസറീസ് നിങ്ങൾക്ക് തന്നെ മേക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഒരു കുഞ്ഞൻ കിറ്റ് വാങ്ങിക്കുവാണെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഹെയർ ബോ, അതുപോലെ അലിഗേറ്റർ ക്ലിപ്പ്, അതുപോലെ തന്നെ ടിക് ടാക് സ്ലൈഡ്, അതും നമ്മുടെ ബണ്ണില്ലേ, ഹെയർ ബണ്ണൊക്കെ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് മേക്ക് ചെയ്യാം. നിങ്ങൾക്ക് അറിയാമല്ലോ എത്ര രൂപ കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു വർഷത്തേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കേണ്ടി വരിക എന്നുള്ളത്. ഒത്തിരിയും ഹെയർ ആക്സസറീസ് നമുക്ക് ആവശ്യമായിട്ട് വരും. ഒരു ദിവസം വെച്ചുകൊണ്ട് പോകുന്നത് പിറ്റേ ദിവസത്തേക്ക് ഉണ്ടാവത്തില്ല, അതായിരിക്കും അവസ്ഥ. അപ്പോൾ നമുക്ക് യൂണിഫോമിന് മാച്ച് ചെയ്യുന്ന രീതിയിലും അങ്ങനെയൊക്കെ ഹെയർ ആക്സസറീസ് മേക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അതിന് വേണ്ടിയിട്ടുള്ളൊരു കുഞ്ഞൻ കിറ്റ്, എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു കുഞ്ഞൻ കിറ്റ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസും കാര്യങ്ങളും ഒന്നും ഇട്ടിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഇന്നോ നാളെയൊക്കെ ആയിട്ട് അത് പോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാവും. ഒന്നുകിൽ നിങ്ങൾക്ക് പുറത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഫ്രണ്ട്സിന് തന്നെ നിങ്ങൾക്ക് സെയിൽ ചെയ്യാനായിട്ട് പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഒരു 2-3 ബോയോ ഒക്കെ വാങ്ങിക്കുന്ന പൈസ കൊടുത്തിട്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കൂടുതലായിട്ട് പ്രൊഡക്റ്റുകൾ മേക്ക് ചെയ്യാനായിട്ട് പറ്റും. അത് കുഞ്ഞുങ്ങളെ കൊണ്ട് തന്നെ ചെയ്യിക്കാനും പറ്റും കേട്ടോ. കുഞ്ഞുങ്ങൾക്ക് ഇതിനൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോഴേ നമുക്കതിനെ അവർക്ക് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അവരെ കൊണ്ട് തന്നെ ചെയ്യിക്കാനും പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ. അതുപോലെ തന്നെ ഈ ഒരു ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ മേക്ക്, അല്ലെങ്കിൽ ക്രാഫ്റ്റ് വർക്കുകൾ പഠിക്കാൻ കുഞ്ഞുങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനും അവർക്ക് കുറച്ച് പ്രോത്സാഹനം കൊടുക്കുക കേട്ടോ. അല്ലാണ്ട് കുറേ പാരൻസും ഇപ്പോൾ വെറുതെ ഇരുന്ന് പേപ്പർ വെട്ടി കളയാണ്, അല്ലാന്നുണ്ടെങ്കിൽ പഠിക്കാനുള്ള ടൈം വെറുതെ കളയുന്നു, അങ്ങനെയൊക്കെ പറയുന്ന പാരൻസും ഉണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ടൈം നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും കൂടി കുറച്ച് ടൈം കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ എന്ത് കാര്യത്തിലും നമുക്കത് നമ്മുടേതായ ഏണിങ്സ് ആക്കിയിട്ട് മാറ്റാനായിട്ട് പറ്റും. നമ്മുടെ പാഷനെ തന്നെ ഒരു ഏണിങ്സ് ആക്കി മാറ്റുകയാണെന്നുണ്ടെങ്കിൽ അത്രയും സന്തോഷം വേറെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിലും എൻ്റെ പാഷനാണ് ഞാനിപ്പോൾ എൻ്റെ ഏണിങ്സ് ആക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന. ക്രാഫ്റ്റ് ആയാലും ഹെയർ ആക്സസറീസ് മേക്കിംഗ് ആയാലും സ്റ്റിച്ചിങ് ആയാലും ഒക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള കാര്യങ്ങളാണ്, അതായത് എൻ്റെ പാഷനാണ്. അത് തന്നെയാണ് ഞാൻ ഒരു ജോബായിട്ടും ചെയ്യുന്നത്. അപ്പം നമുക്ക് ഒരിക്കലും അതിനൊരു വെറുപ്പോ മടുപ്പോ ഒന്നും തോന്നത്തില്ല. നമുക്ക് ഭയങ്കര സന്തോഷമായിട്ട് ചെയ്യാനും പറ്റും. അതിനോടൊപ്പം ഒരു ഇൻകം എന്നുള്ളൊരു സംഭവം ഉണ്ടാവും കേട്ടോ. അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ നിരുത്സാഹപ്പെടുത്താതെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ, പഠിത്തത്തോടൊപ്പം. ഓക്കെ, അപ്പോൾ ഇതിവിടെ കുഞ്ഞനൊരു ഫ്ലവർ മേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനൊരു ലീഫും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്താൽ ഒരു കുട്ടി ഫ്ലവർ വൈസ് ആക്കിയിട്ട് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ഞാൻ ചെയ്തിട്ട് എന്തായാലും അവിടെ പോകുമ്പോൾ, ക്ലാസ്സിന് പോകുമ്പോൾ അവിടെ വെക്കാമെന്ന് ഓർത്തിട്ടാണ് കേട്ടോ ഇതിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും അവർക്ക് കൂടുതലായിട്ട് അത് മേക്ക് ചെയ്യാൻ തോന്നും. അല്ലാന്നുണ്ടെങ്കിൽ പുതിയ കുട്ടികൾക്ക് ഇത് കാണുമ്പോൾ, അതായത് ക്രാഫ്റ്റിന് വരാത്ത കുഞ്ഞുങ്ങളുണ്ടല്ലോ, അവർക്കിത് കാണുമ്പോൾ കൂടുതലായിട്ട് പഠിക്കാൻ തോന്നും. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇതിൻ്റെ പിന്നിൽ. അപ്പോൾ എന്തായാലും
എന്തായാലും ഈ ഒരു സംഭവം മേക്ക് ചെയ്തിട്ട് ഫൈനൽ റിസൾട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് കേട്ടോ ഫ്ലവർ വേസ്. ഇത് നമ്മൾ പേപ്പർ വെച്ചിട്ട് തന്നെയാണ് ഇത് മേക്ക് ചെയ്തേക്കുന്നത്. ബ്രൗൺ കളർ പേപ്പറാണ് കേട്ടോ. നമ്മൾ ഈ സാധനങ്ങളൊക്കെ പൊതിഞ്ഞുകൊണ്ട് വരില്ലേ, ആ സെയിം പേപ്പർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തിട്ട് അതിനെ ഇങ്ങനെ ആക്കി എടുത്തേക്കാണ് കേട്ടോ. ഭയങ്കര സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വർക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ കൂടുതലായിട്ട് ക്രാഫ്റ്റ് വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യണമെങ്കിൽ അതും പറയുക കേട്ടോ. നമ്മൾ ഹെയർ ആക്സസറീസിനോടൊപ്പം നമുക്ക് ഈ ടൈപ്പുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാം. അത് നിങ്ങൾക്കും നിങ്ങളുടെ കുഞ്ഞുമക്കൾക്കും ഹെൽപ്പാവും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്ക്. ഇത് കണക്ക് ഫ്ലവേഴ്സൊക്കെ മേക്ക് ചെയ്ത് നമ്മുടെ ടേബിളിലും വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി കിട്ടും കേട്ടോ. ഓക്കെ.